മധുരം മതിയോ? ബാലേട്ടന് മധുരം കൂടുതലല്ലേ ഇഷ്ടം? ബാലേട്ടൻ അറിഞ്ഞോ നമ്മുടെ തെക്കിലെടുത്ത രാധയുടെ ഭർത്താവ് മരിച്ചത്? ആക്സിഡന്റ് ആയിരുന്നു, ബോംബെയിൽ വെച്ച്. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു അവളും കുട്ടികളും വീട്ടിൽ വന്നിരുന്നു എന്ന്. 2 പെൺകുട്ടികളാ, പാവം. വിധി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. വിധിയാണെന്ന് വിശ്വസിക്കുക. ഞാനിപ്പോ അങ്ങനെയാ. ബാലേട്ടന് സുരഭിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? ഒപ്പം ഇങ്ങോട്ട് പോരണതിന് മുൻപ് പേരാനല്ലൂർ അമ്പലത്തിൽ വെച്ചൊരു നോട്ടം കണ്ടു. സംസാരിക്കാൻ പറ്റിയില്ല. നീ പിന്നെ വീട്ടിൽ പോയിട്ടില്ലേ? ഇല്ല, ശോഭേട്ടത്തി 1-2 തവണ ആളെ വിട്ടു, പോയില്ല. പോരാ നേരം ഒരു യാത്ര പോലും പറഞ്ഞില്ല. കടവും കടപ്പാടും തീർക്കാണെന്ന് വിചാരിക്കരുത്. അത് ഈ ജന്മം വീട്ടിയാലും തീരില്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും ഇന്റർവ്യൂവിനൊന്നും ടെസ്റ്റിനൊന്നും ഒക്കെ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ചോ, പണത്തിന് ആവശ്യമുണ്ടാവല്ലോ. വേണ്ട ബാലേട്ട, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. കടം തന്നതൊക്കെ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ. എനിക്ക് ബാലേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ബാലേട്ടൻ അത് കേൾക്കണം. സുരഭിയെ ബാലേട്ടൻ വെറുക്കരുത്. എനിക്കിവിടെ ഇപ്പൊ സന്തോഷം. ആ കുട്ടീന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല എനിക്ക്. ഓളെ കൂടെ കൂട്ടി വരണം, എന്നിട്ട് 2 ആളും കൂടി ഇവിടെ വരണം. എന്നുവെച്ചാ ഇനി തനിച്ചിവിടെ വരരുതെന്നർത്ഥം? ഇല്ല, ഞാൻ വരില്ല, കാണില്ല. പിന്നെ സുരഭിയെ കൂടെ കൂട്ടാത്തത് അവളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ട്. അതാർക്കും മനസ്സിലാവില്ല, ആർക്കും. ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആദിവാസി ഗോത്രസഭ സിന്ദാബാദ്. കോഴിപ്പല്ലിപ്പുഴ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മിത്തുകളിലും എപ്പിക്കുകളിലും പരാമർശിക്കുന്ന ആ പുഴ ഇന്ന് സൺറൈസ് ഗ്രൂപ്പ് എന്ന വിദേശ കുത്തക മുതലാളിമാർക്ക് കൈമാറാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചെറുത്തുനിൽപ്പിന് പിന്നിൽ തല ചായ്ക്കാനൊരിടം, പട്ടിണി മാറ്റാൻ ഭക്ഷണം, ഇതിൽ പരം ഒരു രാഷ്ട്രീയവുമില്ല. വിശക്കുന്നവന്റെ ജീവിതത്തോടുള്ള അഭിനിവേശമാണ് ഈ സമരം. അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ സമരം. കോഴിപ്പല്ലി മുളങ്കുറ്റി പ്രദേശത്ത് ഒരാദിവാസിയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യവൽക്കരണത്തെ ഞങ്ങൾ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കും. ഇതാണ് കോഴിപ്പല്ലി മുളങ്കുറ്റി ഡാം. ഇപ്പോഴത്തെ 136 അടിയിൽ നിന്ന് വെറും 6 അടി ഉയർത്താനാണ് ഗവൺമെന്റും സൺറൈസ് ഗ്രൂപ്പും ഉദ്ദേശിക്കുന്നത്. അത് പരിസ്ഥിതിക്കും സമീപവാസികൾക്കും പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് മാത്രമാണ് സർ. ഇവിടെ താമസിക്കുന്ന 115ഓളം ആദിവാസി കുടുംബങ്ങളുടെ പേരിലാണ് ഈ സമരം. അവരെ പുനരധിവസിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തോണ്ടായില്ല, നിശബ്ദരാക്കണം. ഇത് വെറും രാഷ്ട്രീയ പകപോക്കലാണെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കും. അണക്കെട്ടിന്റെ ഉയരം കൂട്ടാൻ നിർത്തിവയ്ക്കുക. ആദിവാസി ഗോത്രസഭ സിന്ദാബാദ്. ആദിവാസി ഗോത്രസഭ സിന്ദാബാദ്. ഇത്രയേറെ പബ്ലിക് അറ്റൻഷൻ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് തുടക്കത്തിൽ ആരും മെൻഷൻ ചെയ്യാതിരുന്നത് ഒരു വീഴ്ച തന്നെയാണ്. മിനിസ്റ്റർ എന്ത് പറയുന്നു? സർവേ നടന്നപ്പോഴും ജനഹിത പരിശോധന നടന്നപ്പോഴും ഇതൊന്നും കണ്ടില്ല സർ. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ പാർട്ടിയും മെഷീനറിയുമാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ മിസ്റ്റർ രവീന്ദ്രന് കഴിയുമോ എന്നതാണ് ചോദ്യം. കഴിയും സർ, രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ ഇതിനെ നേരിടും.
ഒരാഴ്ചത്തെ കാലാവധി കൂടി കമ്പനി മന്ത്രി എന്ന നിലയിൽ മിസ്റ്റർ രവീന്ദ്രന് തരുന്നു. അതിനുള്ളിൽ കഴിയില്ലെന്ന് തോന്നിയാൽ കമ്പനി പ്രോജക്ട് വൈൻഡപ്പ് ചെയ്യും. പക്ഷേ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത 80 കോടി രൂപയ്ക്ക് ഞാനും നിങ്ങളും അടങ്ങുന്നവർ സമാധാനം പറയേണ്ടതായിട്ടുണ്ട്. മിസ്റ്റർ രവീന്ദ്രൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? സർ, ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ കോഴിപ്പല്ലിയിലെ മുഴുവൻ കുടലുകളും അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്തിരിക്കും. ഒന്നുകിൽ സ്വമേധയാൽ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച്. നമസ്കാരമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബാലേന്ദ്രൻ സാറ്. ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവര് വന്നത്. ഈ ആദർശം എന്ന് പറയുന്നത് കേൾക്കാനും പറയാനും നല്ലതാണ്. കണ്ടില്ലേ TS സഖാവിനെ ഒതുക്കിയൊരു മൂലയിൽ ഇരുത്തിയത്. അടുത്ത ഇലക്ഷന് സീറ്റ് പോലും ഉണ്ടാവില്ലെന്നാണ് പറയണത്. നാളെ മ്യൂസിയത്തിൽ നടക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട്. എന്തിനു സഖാവെ ആൾക്കാരുടെ മുഷ്ടിൽ സമ്പാദിക്കുന്നത്? അഴിമതി ചെയ്യണോ മരങ്ങ് ചെയ്തോണ്ട് പോട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കേട്ട്. എനിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടാ. വല്ല പത്രക്കാരും ആണെങ്കിൽ അത് മതി. ഒന്ന് ചിരിച്ച് എന്താണ് ഉണ്ണിത്താനെ സുഖമല്ലേ? ഏത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം മതി എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അയ്യോ, നാട്ടുകാരും പറഞ്ഞെങ്കിൽ നിന്നോയി. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ശരി, ഞങ്ങൾ എന്താണ് വേണ്ടത്? സൺറൈസ് ഗ്രൂപ്പുകാർ 80 കോടി രൂപ ജീരക മുട്ടായി പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് ഇനി ഇത് പരിഹരിക്കാൻ 10-50 ലക്ഷം കൂടി മുടക്കുക എന്ന് പറഞ്ഞ നീണ്ട താടിയുള്ളവന് 2 രോമം പോണ പോലെ ഉള്ളു. എന്തിനല്ലാണ്ട് കുടി ഒഴിഞ്ഞോണ ആദിവാസികൾക്ക് നല്ല സ്വയംഭ സ്ഥലം സർക്കാർ കണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കോഴിപ്പല്ലി മുളങ്കുറ്റി പ്രദേശത്ത് മാത്രം 45 ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചു. വനഭൂമി പകുതിയിലേറെ കയ്യേറി കഴിഞ്ഞു. നിങ്ങൾ വീതം വയ്ക്കുന്ന 50 ലക്ഷം കൊണ്ട് അവരുടെ ജീവൻ തിരിച്ചിട്ടു. മരണത്തിന്റെ കണക്ക് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. നമ്മളിപ്പോഴൊരു ബിസിനസ് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പാവപ്പെട്ട ആദിവാസികളുടെ കിടപ്പാടത്തോട് ബന്ധപ്പെടുത്തിയ ഒരു ബിസിനസ് അത് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ മീറ്റിംഗിന്റെ അർത്ഥം? കൂട്ടിക്കൊടുപ്പും കുതിരക്കച്ചവടം നേരി കണ്ടിട്ടില്ല. ഒന്ന് കാണാന്ന് വെച്ചു. ആദിവാസികളെ സംരക്ഷിക്കാനായിട്ട് എന്റെ അച്ഛന്റെ സുഹൃത്തായിട്ടാണ് നീ ആദ്യമായിട്ട് എന്റെ വീടിന്റെ പടി കിടക്കുന്നത്. ഊട്ടി ഉറക്കി അച്ഛനും അമ്മയും നിന്നെ ഒരുപാട് സ്നേഹിച്ചു. അവരുടെ നെഞ്ചത്ത് നീ കുത്തിയിറക്കിയ മുറിവിന്റെ ആഴം എനിക്കറിയാഞ്ഞിട്ടല്ല. മേൽജാതിപ്പെട്ടൊരു പെണ്ണിന്റെ മടിക്കുത്തഴിച്ച ഇവിടെ സോഷ്യലിസ്റ്റ് ഉണ്ടാവും നിന്നോട് ആരാണ് ഞാൻ? ആദിവാസിയുടേതല്ല ദൈവം തമ്പുരാന്റേതാണെന്ന് പറഞ്ഞാലും 15 ദിവസം. ബാല, നീ എന്റെ ചങ്ങാതിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. നിന്റെ ഇവിടുത്തെ എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ കൂട്ടുന്നു, ശരികൾക്കും തെറ്റുകൾക്കും ഒക്കെ. പക്ഷേ ശ്രീധരനെയും ശുഭയും വിളിച്ചുകൊണ്ടുവരാൻ നീ എന്നോടും ഉണ്ണിത്താനാശനോടും പറഞ്ഞപ്പോ എന്നെയും ഒരു പൊളിറ്റിക്കൽ പിമ്പായി തരം താഴ്ത്തി കാണുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ പോലെ 10 പച്ചനോട്ട് വീശിയാൽ വീഴുന്ന പീറകളാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് കരുതിയത് തെറ്റ്. മേലിൽ ഒരു ഇടനിലക്കാരന്റെ വേഷം കിട്ടാൻ എന്നെ നീ വിളിക്കരുത് പ്ലീസ്.